ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ക്ലാസ്സിൽ വന്നിരിക്കുന്നത് നമ്മുടെ ദൃശ്യ പ്രകാശത്തിൽ തുടങ്ങി ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ ഇതില് പലതരത്തിലുള്ള തരംഗങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഈ പാർട്ട് നമുക്ക് എങ്ങനെ മാർക്ക് വരും, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫിസിക്സ് വരുന്ന ഒരു ഏരിയയാണ്. ഫിസിക്സ് നമുക്കറിയാം 3 മാർക്കേ ഉള്ളൂ. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മാർക്ക് വാങ്ങാൻ പറ്റും. ഇത് ഭയങ്കര പാടാണ് അങ്ങനെയൊന്നുമില്ല. കുറച്ച് കാണാതെ അടിച്ച് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. അതിലൊന്നാണ് ഈ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം കേട്ടോ. ഞാനിത് പല പരീക്ഷയ്ക്കും പഠിക്കാതെ പോവുകയും പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ തെറ്റിപ്പോവുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് ഈസിയായിട്ട് നമ്മൾ കാണാതെ പഠിച്ച് മാർക്ക് വാങ്ങാം. പക്ഷെ ഞാൻ എത്ര പഠിച്ചു വെച്ചാൽ നമ്മൾ മറന്നു പോകും. പക്ഷെ ഇത് റിപ്പീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ 5 തെങ്ങും കലാപത്തെ പോലെ എന്താണ് പച്ചവെള്ളം പോലെ ആക്കാൻ നമുക്ക് ഇതും പറ്റും. ഫസ്റ്റ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം കുറച്ച് പോയിന്റുകളാണ്. ദൃശ്യ പ്രകാശത്തെ കുറിച്ച് ഫസ്റ്റ് പഠിക്കണം. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗമാണ് ദൃശ്യ പ്രകാശം. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ എഴുതിയേക്കണ ലിസ്റ്റ് നോക്കുക. സ്പെക്ട്രത്തിൽ വരുന്ന തരംഗ ദൈർഘ്യത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് വരുന്ന ആ ഒരു ഓർഡർ എങ്ങനെയാണ്? ആദ്യം ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയത് റേഡിയോ തരംഗങ്ങൾ, ഇതാണ് ആദ്യം വരുന്നത്. അതിനേക്കാൾ തരംഗ ദൈർഘ്യത്തിൽ കൂടെ കുറഞ്ഞതാണ് മൈക്രോ തരംഗങ്ങൾ. മൈക്രോയുടെ സിമ്പിൾ മാത്രമേ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഷോർട്ട് ഫോം ആയിട്ട് എഴുതാൻ വേണ്ടിയാണ് അങ്ങനെ കാണിച്ചത്. മൈക്രോ ഇങ്ങനെയാണ് വരുന്നത്. ഇനി എന്താണ് IR വേവ്സ്, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, അത് ഇത്തിരി കൂടെ കുറഞ്ഞാണ്. നടുക്കായിട്ട് വരുന്നതിന് ഇടുങ്ങിയതെന്ന് പറയുന്നത്, അതായത് കൂടിയതിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞു വരുമല്ലോ. ഈ നടുക്കായിട്ട് വരുന്ന ഈ ഒരു ഭാഗമാണ് ദൃശ്യപ്രകാശം എന്ന് പറയുന്നത്. എന്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ്. ഇനി അതിന് താഴെ ഉണ്ട് UV റൈസ് ഉണ്ട്. ദൃശ്യപ്രകാശത്തിന് താഴെയാണ് ഈ UV റൈസിന് താഴെയാണ് എക്സ് റൈസ്, അതിന് താഴെയാണ് ഗാമ റൈസ്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് റേഡിയോ തരംഗങ്ങളാണ്. ഏറ്റവും അവസാനം ഉള്ളത് ഗാമ തരംഗമാണ്. അപ്പൊ ഈ ഓർഡർ പഠിക്കണം. അതാണ് ഫസ്റ്റ് മാർക്ക് വീഴുന്ന സാധനം കേട്ടോ. ഇനി ഇതിന്റെ പ്രത്യേകതകളാണ് അടുത്ത പഠിക്കേണ്ടത്. ഓക്കെ. ഫസ്റ്റ് ഇതിലെ പ്രത്യേകത വെച്ച് നമുക്ക് പഠിച്ചു പോയേ. ആദ്യം നമുക്ക് അതിൽ ഇൻഫ്രാറെഡ് കിരണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് ഇൻഫ്രാറെഡ് കിരണങ്ങൾ, ഓരോ പോയിന്റും നമ്മൾ കളയല്. ഇൻഫ്രാറെഡ് കിരണങ്ങളെ കുറിച്ചാണ് ഫസ്റ്റ് പറയുന്നത്. ഇൻഫ്രാറെഡ് കിരണം കണ്ടെത്തിയത് വില്യം ഹെർഷലാണ്. പഴയ PYQ ആണ്. വില്യം ഹെർഷലാണ് ഇൻഫ്രാറെഡ് കിരണങ്ങൾ കണ്ടെത്തിയത്. ഇൻഫ്രാറെഡ് കിരണങ്ങൾക്ക് ദൃശ്യപ്രകാശത്തെക്കാൾ തരംഗ ദൈർഘ്യം കൂടുതലാണ്. നമ്മൾ വരച്ച ആ ലിസ്റ്റ് നോക്ക്. ദൃശ്യപ്രകാശത്തെക്കാൾ കൂടുതലാണ്. മുകളിൽ എഴുതിയിരിക്കുന്നത് ഓർഡറിലാണ് ആദ്യം എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പം IR റൈസിനാണ് ദൃശ്യപ്രകാശത്തിനെക്കാട്ടി തരംഗ ദൈർഘ്യം കൂടുതൽ. ഇൻഫ്രാറെഡ് കിരണങ്ങൾ പ്രകാശത്തിലെ താപ കിരണങ്ങൾ എന്നറിയപ്പെടുന്നു. നമ്മളെ ഈ സൂര്യപ്രകാശം പറഞ്ഞാൽ താപകിരണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. വെയിലിന്റെ ചൂടിന് കാരണമാകുന്ന കിരണങ്ങൾ. അപ്പം സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ ഇൻഫ്രാറെഡ് കിരണങ്ങളാണെങ്കിൽ ഈ ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് വെയിൽ അടിക്കുമ്പോൾ ചൂട് നമുക്ക് അനുഭവപ്പെടുത്തുന്നത്. ചൂടുള്ള വസ്തുക്കളിൽ തന്മാത്രകളുടെ കമ്പന ഫലമായി പുറത്തു വരുന്ന കിരണങ്ങളാണ് IR റൈസ്. IR എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് ആണ്. ഓക്കെ. UV എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ്, അതേപോലെ ഷോർട്ടായിട്ട് എഴുതിയിരിക്കുന്നതാണ്. അടുത്തത് വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്ന പ്രകാശകിരണങ്ങൾ. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. അതേപോലെ തന്നെ രാത്രികാലങ്ങളിൽ സൈനികരുടെ ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്ന കിരണവും എന്താണ്? ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. TVയുടെ റിമോട്ടിൽ നമ്മൾ അടിക്കുമ്പോൾ ഒരു ചുവന്ന ലൈറ്റ് അവിടെയും കത്തും ചാനൽ മാറൂലേ, അതും IR റൈസ് ആണ്.
വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ കിരണങ്ങളാണ്. പിന്നെ ഇൻഫ്രാറെഡ് കിരണങ്ങൾ വിദൂര ഫോട്ടോഗ്രഫിയിൽ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം എന്ന് വെച്ചാൽ അതിന്റെ വിസരണം കുറവായതുകൊണ്ടാണ്. വിസരണം കുറവാണ്, IR റേസിൽ വിസരണം കുറവാണ് കേട്ടാ. വിസരണം കുറവായതുകൊണ്ടാണ് എന്തുപയോഗിക്കുന്നത്? ഇൻഫ്രാറെഡ് കിരണങ്ങൾ വിദൂര ഫോട്ടോഗ്രഫിയിൽ ഉപയോഗിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഇനി വിസരണം സംഭവിച്ചതിന്റെ എന്താണ് ആ ഒരു ഇമ്പാക്ട് നഷ്ടപ്പെടില്ല. ഇൻഫ്രാറെഡ് വികിരണങ്ങളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ബെലോമീറ്റർ. ബോലോമീറ്റർ ആണ് ബോലോ ആണ് കേട്ടോ, ബെലോ അല്ല, ബോലോമീറ്റർ ആണ് ഇതിന്റെ ഈ വികിരണങ്ങളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ബോലോമീറ്റർ ആണ്. ഇത്രയും പ്രത്യേകതകൾ പഠിച്ചു കഴിഞ്ഞാൽ IR റേസ് അവിടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത റേസിലോട്ട് പോകണം. എക്സ് റേസ് ആണ് അടുത്ത റേസ്. എക്സ്റേ നോക്കാം. മാംസഭാഗങ്ങളിലൂടെ തുളച്ചു കയറാൻ കഴിവുള്ള കിരണമാണ് എക്സ്റേ. നമ്മൾ എക്സ്റേ ഒക്കെ എടുക്കൂലേ? എക്സ്റേ കണ്ടുപിടിച്ചാലാണ് റോഞ്ചൻ. അദ്ദേഹത്തിന് 1901 എക്സ്റേ കണ്ടുപിടുത്തത്തിന് എന്താണ് നോബൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. എക്സ്റേയുടെ സാമ്യമുള്ള കിരണമാണ് ഗാമ കിരണം. എക്സ്റേ ആയിട്ട് സാമ്യമുള്ള ഒരു കിരണമാണ് ഗാമ കിരണം. ഇത് എക്സ്റേയുടെ തൊട്ട് താഴെ കിടക്കൊണ്ട് ഗാമ. എല്ലുകളുടെ ക്ഷതം, വ്യവസായ മേഖലയിൽ പൈപ്പുകളുടെ വിള്ളൽ, ഇതൊക്കെയാണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. എല്ലുകളുടെ ക്ഷതം, വ്യവസായ മേഖലയിൽ പൈപ്പുകളുടെ വിള്ളലൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ്റേ കിരണങ്ങൾ ഉപയോഗിക്കുന്നു. രണ്ടു തരത്തിലുള്ള എക്സ്റേ ഉണ്ട്. സോഫ്റ്റ് എക്സ്റേ ഉണ്ട്, ഹാർഡ് എക്സ്റേ ഉണ്ട്. സോഫ്റ്റ് എക്സ്റേ എന്ന് പറയുന്നത് തരംഗദൈർഘ്യം കൂടിയതും ഊർജം കുറഞ്ഞതുമായ എക്സ്റേ ആണ്. സോഫ്റ്റ് എക്സ്റേ എവിടെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആന്തരിക അവയവങ്ങളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്റേ. അതിനാണ് ഈ സോഫ്റ്റ് എക്സ്റേ ഉപയോഗിക്കുന്നത്. ഹാർഡ് എക്സ്റേ എന്ന് പറഞ്ഞാൽ റേഡിയേഷനും ക്യാൻസർ ചികിത്സയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എക്സ്റേ കടന്നു പോവാത്ത ലോഹം കർത്തീയം, ലെഡാണ്. ലെഡിൽ കൂടെ എക്സ്റേ കടന്നു പോകൂല. ഈ എക്സ്റേ ശരീരത്തിലെ അമിത പ്രയോഗം DNA വിഘടിപ്പിക്കുകയും ക്യാൻസറസ് ആയിട്ടുള്ള ഒരു കിരണം കൂടിയാണ് എക്സ്റേ എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചോ. അപ്പൊ എക്സ്റേ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഇനി റേഡിയോ കിരണങ്ങളാണ്. റേഡിയോ കിരണം നമുക്കറിയാം. റേഡിയോ കിരണമാണ് ഇതിൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യമുള്ള കിരണമാണ് റേഡിയോ കിരണം. റേഡിയോ കിരണം കൊണ്ടാണ് നമുക്കറിയാം പ്രക്ഷേപണങ്ങൾ അല്ലേ, റേഡിയോ പ്രക്ഷേപണങ്ങൾ നടക്കുന്നത്. അപ്പോ വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയതും ഊർജം കുറഞ്ഞതുമായത് ഏതെന്ന് വെച്ചാൽ അത് റേഡിയോ തരംഗമാണ്. റേഡിയോ തരംഗത്തിന് റേഡിയോ TV സംപ്രേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കിരണങ്ങളാണ്. ഈ റേഡിയോ സംപ്രേഷണം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് JC ബോസ് ആണ്. വിദൂര വസ്തുക്കളുടെ, അതായത് വിമാനങ്ങൾ, ബഹിരാകാശ പേടകങ്ങൾ, പിന്നെ കപ്പലുകൾ എന്നിവയുടെ കൃത്യമായ സ്ഥാന നിർണയത്തിന് ഉപയോഗിക്കുന്ന ഏതാണ്? റഡാറാണ്. റഡാർ കണ്ടുപിടിച്ചത് ടൈലറും ലിയോ സി യങ്ങുമാണ്. റഡാറിന്റെ പൂർണ്ണരൂപം റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. റഡാറിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ, അതാണ് ഇവിടെ പറയാൻ കാര്യം. റഡാറിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് റേഡിയോ തരംഗങ്ങളാണ്. റഡാറിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് റേഡിയോ പ്രക്ഷേപണത്തിന് ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഉയർന്ന ആവൃത്തിയിലുള്ള റേഡിയോ തരംഗങ്ങളാണ്. അതായത് വെരി ഹൈ ഫ്രീക്വൻസിയിലുള്ള റേഡിയോ തരംഗങ്ങളാണ് റേഡിയോ പ്രക്ഷേപണത്തിന് ഉപയോഗിക്കുന്നത്. ഇനി ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്നതാണെങ്കിൽ വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള റേഡിയോ തരംഗങ്ങളാണ്. അൾട്രാ ഹൈ ഫ്രീക്വൻസി ഉള്ളതാണ്. വെരി ഹൈ VHF എന്ന് പറയും. വെരി ഹൈ ഫ്രീക്വൻസി ഉള്ളത് അത് റേഡിയോ. ഇനി UHF എന്ന് പറയുന്നത് അൾട്രാ ഹൈ ഫ്രീക്വൻസി. അത് ഏതിനാണ്? ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന റേഡിയോ തരംഗങ്ങളാണ്. ഇനി മൈക്രോ തരംഗം എന്ന് പറയുന്നത് ആധുനിക റഡാർ, മൊബൈൽ ഫോൺ പിന്നെ TV എന്നിവയിൽ ഉപയോഗിക്കുന്നതാണ് മൈക്രോ തരംഗങ്ങൾ. അപ്പൊ ആധുനിക റഡാർ, മൊബൈൽ ഫോൺ, TVയിലൊക്കെ മൈക്രോ തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. മൈക്രോവേവ് ഓവനില്ലേ, അതിലുപയോഗിക്കുന്ന തരംഗവും മൈക്രോ തരംഗങ്ങളാണ്. കൃത്രിമ സാറ്റലൈറ്റിന്റെ സഹായത്തോടെ വിനിമയത്തിന് ഉപയോഗിക്കുന്ന തരംഗം മൈക്രോ തരംഗമാണ്.
ഊർജ്ജവാഹികളായ കണങ്ങൾ കൊണ്ട് ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്ത് നിന്ന് വരുന്നതുമായ കിരണങ്ങളാണ് കോസ്മിക് കിരണം. കോസ്മിക് കിരണത്തിന് കണ്ടെത്തിയതാരെന്ന് വെച്ചാൽ വിക്ടർ ഹെസ് ആണ്. ഭൗമ അന്തരീക്ഷ കോസ്മിക് കിരണങ്ങൾ സമ്പർക്കത്തിൽ വരുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഐസോടോപ്പുകളാണ് കാർബൺ-14. ഇനി ഗാമ കിരണം ലാസ്റ്റ് ഉള്ളത്. വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ ആവൃത്തി കൂടിയതും ഊർജം കൂടിയതും തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞതും. തരംഗദൈർഘ്യം ഏറ്റവും കുറയുമ്പം ആവൃത്തിയും ഊർജവും കൂടുന്നു എന്നൊരു കാര്യം മനസ്സിലാക്കണം. തരംഗദൈർഘ്യം ഏറ്റവും കൂടിയത് ഏറ്റവും മുകളിൽ കിടക്കണം. അതിനെന്താണ്? ഊർജം കുറവായിരിക്കും, ആവൃത്തിയും കുറവായിരിക്കും. അണുവിസ്ഫോടനം നടക്കുമ്പോൾ ധാരാളമായിട്ട് പുറത്തു വരുന്നു. ലോഹ വാർപ്പുകളിലും എണ്ണ പൈപ്പുകളിലെയും വെൽഡിങ്ങിലെയും വിള്ളലുകളും ന്യൂനതകളും മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇത്രയാണ് ഇതിന്റെ ഈ കിരണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു വെച്ചേക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ ഇനി ലേസറും മെയ്സറും എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ലേസറും മെയ്സറും. ലേസർ എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണരൂപം എന്താണ്? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ്. ലേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തിയോഡർ മെയ്മാൻ ആണ്. ലേസറിന് ആദ്യം പേര് നൽകിയത് ഗോർഡൻ ഗ്ലൗസ് എന്ന് പറയുന്ന ആളാണ്. കടുപ്പമുള്ള വസ്തുക്കളുടെ മുറിക്കാൻ കഴിവുള്ള ലക്ഷ്മിയാണ് ലേസർ. ഷാർപ്പസ്റ്റ് ലേസേഴ്സ് വികസിപ്പിച്ച രാജ്യമാണ് ജർമ്മനി. പിന്നെ മെയ്സർ എന്ന് പറഞ്ഞാൽ മെയ്സറിന്റെ പൂർണ്ണ രൂപം മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അത് കണ്ടുപിടിച്ചത് ചാൾ എച്ച് ടൗൺസ് ആണ്. ഓക്കെ, ഇത്രയാണ് ഇതില് പ്രധാനപ്പെട്ടായിട്ട് എനിക്ക് പറയാനുള്ളത്. നമുക്ക് വിസരണത്തെ കുറിച്ച് വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അതിപ്പോ അടുത്തിടെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാൽ വിസരണത്തെ കുറിച്ച് കൂടെ പഠിച്ചിട്ട് മതിയേക്കാം. വിസരണം എന്ന് പറഞ്ഞാൽ സ്കാറ്ററിങ് എന്ന് പറയും. സ്കാറ്ററിങ് അതായത് ഈ വിസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണിക ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് അന്തരീക്ഷത്തിൽ കുറെ പൊടിപടലങ്ങൾ കാണും. അതിൽ തട്ടി അതിന്റെ ആ ഒരു കളറിങ് എഫക്റ്റ് നിറം നഷ്ടപ്പെട്ടു. ആ ഒരു ലൈറ്റിന്റെ പവർ നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ് വിസരണം എന്ന് പറയുന്നത്. കേട്ടാ, അതായത് ഞാൻ കറക്റ്റ് ആയിട്ടൊന്ന് പറയാം. ഇത്ര പഠിച്ചാലും കൺഫ്യൂഷൻ വരുന്നത് ഏത് നിറത്തിനാണ് വിസരണം കുറവ് എന്നൊക്കെ മാറിപ്പോണെന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. പ്രകാശ അന്തരീക്ഷ വായുവിൽ പൊടിപടലവും തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രവർത്തനമാണ് ഈ വിസരണം എന്ന് പറയുന്നത്. കണികളുടെ വലിപ്പം കൂടുമ്പോൾ വിസരണം കൂടും. ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം ചോദിച്ചു കഴിഞ്ഞാൽ അത് വയലറ്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ വയലറ്റിന് തരംഗ ദൈർഘ്യം ഏറ്റവും കുറവാണ്. തരംഗ ദൈർഘ്യം കുറയുമ്പോൾ വിസരണം കൂടും. കേട്ടോ, തരംഗ ദൈർഘ്യം ഏറ്റവും കുറവുള്ളതിന് വിസരണം കൂടും. വിബ്ജിയോർ എന്ന് നമ്മൾ എഴുതുമ്പോൾ മഴവല്ല് വിബ്ജിയോർ. റെഡിനാണ് എന്താണ് തരംഗ ദൈർഘ്യം കൂടുതൽ, വിബ്ജിയോറിന് കുറവാണ്. തരംഗ ദൈർഘ്യം കുറവുള്ളത് വിസരണം കൂടുതലായിരിക്കും. തരംഗ ദൈർഘ്യം കൂടിയതിന് വിസരണം എന്തായിരിക്കും? കുറവായിരിക്കും. ഇപ്പൊ ആകാശം സൂര്യ അസ്തമയ സമയത്ത് ചുവന്ന നിറത്തിലാണ് കാണപ്പെടുന്നത്. കാര്യം എന്താണ്? ആ സമയത്ത് ലൈറ്റ് വരുമ്പോഴത്തേക്ക് അതിൽ വിസരണം കുറവായിരിക്കും. അപ്പൊ ആ വിസരണം എന്താണ്? ഈ ചുവന്ന ലൈറ്റിന് വളരെ തരംഗദൈർഘ്യം കൂടുതലായതുകൊണ്ട് അത് വിസരണം നടക്കാത്തതുകൊണ്ട് നിറം നഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അവിടെ എന്താണ്? ചുവന്ന നിറം ശക്തമായിട്ട് നിൽക്കും. കേട്ടാ, അതാണ് അതിൽ പ്രധാനപ്പെട്ട കാരണം. ഇത്രയേ ഉള്ളൂ വിസരണത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.